ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ജോഗ്രഫി ചാപ്റ്റർ 4 പ്ലാറ്റ്യൂ വേർ ദ എർത്ത് ഹിസ്റ്ററി സ്ലംബേഴ്സ് എന്ന ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ 2 ഭാഗങ്ങൾ, അതായത് ഇതിന് മുമ്പ് ഇട്ടിട്ടുള്ള ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർട്ട്, അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ തന്നിട്ടുണ്ട്. ഇനി ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കെന്നാൽ വീഡിയോയിലേക്ക് കടക്കാം. നേച്ചുറൽ വെജിറ്റേഷൻ ഇൻ ദ പെനിൻസുലാർ പ്ലാറ്റ്യൂ. പെനിൻസുലാർ പ്ലാറ്റ്യൂവിലെ നേച്ചുറൽ വെജിറ്റേഷൻ അഥവാ സസ്യജാലങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ദ നേച്ചുറൽ വെജിറ്റേഷൻ ഓഫ് എ റീജിയൻ ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഫിസിയോഗ്രാഫി ആൻഡ് ക്ലൈമാറ്റ് ഓഫ് ദാറ്റ് റീജിയൻ. ഒരു പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി അതുപോലെ അവിടുത്തെ കാലാവസ്ഥ, അതിനനുസരിച്ചിരിക്കും അവിടുത്തെ നേച്ചുറൽ വെജിറ്റേഷൻ. ലെറ്റ്സ് സീ വാട്ട് ആർ ദ മേജർ നേച്ചുറൽ വെജിറ്റേഷൻ ടൈപ്സ് ഇൻ ദ പെനിൻസുലാർ പ്ലാറ്റ്യൂ. പെനിൻസുലാർ പ്ലാറ്റ്യൂവിലെ പ്രധാന സസ്യജാലങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഏതൊക്കെയാണ് വേരിയസ് ടൈപ്സ് നോക്കാം. ട്രോപ്പിക്കൽ ഡെസിഡുവസ് ഫോറസ്റ്റ്. ദീസ് ആർ ദ മോസ്റ്റ് വൈഡ് സ്പ്രെഡ് നാച്ചുറൽ ഫോറസ്റ്റ് ഇൻ ദ പെനിൻസുലാർ പ്ലാറ്റ്യൂ. Such vegetation is generally confined to the regions receiving 70 to 200 cm of annual rainfall. Based on the availability of rainfall, these are of 2 types. ഇപ്പോൾ കൂടുതൽ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്ന നേച്ചുറൽ ഫോറസ്റ്റ് ആണ് ട്രോപ്പിക്കൽ ഡെസിഡുവസ് ഫോറസ്റ്റ്. ഒരു പ്രദേശത്തെ മഴയ്ക്ക് അനുസരിച്ചിരിക്കും ആ പ്രദേശത്തുള്ള ഫോറസ്റ്റിൻ്റെ വലുപ്പം. അതായത് 70 to 200 സെൻറ്റിമീറ്റർ ആനുവൽ റെയിൻഫോൾ കിട്ടുന്ന സ്ഥലങ്ങളിലാണ് ട്രോപ്പിക്കൽ ഡെസിഡുവസ് ഫോറസ്റ്റ് ഉള്ളത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ അവൈലബിലിറ്റി ഓഫ് റെയിൻഫോൾ. റെയിൻഫോളിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച്, ലഭ്യതയ്ക്ക് അനുസരിച്ച് 2 തരത്തിലുള്ള ഫോറസ്റ്റുകളാണുള്ളത്. ട്രോപ്പിക്കൽ ഡെസിഡുവസ് ഫോറസ്റ്റിനെ 2ആയി തിരിക്കാം: മോയ്സ്റ്റ് ഡെസിഡുവസ് ഫോറസ്റ്റ്, ഡ്രൈ ഡെസിഡുവസ് ഫോറസ്റ്റ്. മോയ്സ്റ്റ് deciduous forests are found in areas receiving 100 to 200 cm annual rainfall. ഒരു വർഷത്തിൽ 100 മുതൽ 200 സെൻറ്റിമീറ്റർ മഴ ലഭിക്കുന്ന ഫോറസ്റ്റാണ് മോയ്സ്റ്റ് ഡെസിഡുവസ് ഫോറസ്റ്റ്. The type of vegetation commonly found along the eastern slopes of the western Ghats are of this type. ഇപ്പോൾ വെസ്റ്റേൺ ഘാട്ടിലെ ഈസ്റ്റേൺ സ്ലോപ്സിൽ ഈ തരത്തിലുള്ള മോയ്സ്റ്റ് ഡെസിഡുവസ് ഫോറസ്റ്റ് ആണ് കാണപ്പെടുന്നത്. This type of vegetation is also seen along the hills of Madhya Pradesh and Chhattisgarh as well as in Chota Nagpur. അപ്പോൾ ഇതേപോലെയുള്ള ഫോറസ്റ്റുകൾ, അതായത് മോസ്റ്റ് ഡെസിഡുവസ് ഫോറസ്റ്റ് നമുക്ക് മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ചോട്ടാ നാഗ്പൂർ എന്നിവിടങ്ങളിലും കാണാൻ കഴിയും. തേക്ക്, സാൽ, ഷിഷാം, മോവ, സാൻഡൽവുഡ് ആർ കോമൺ ഇൻ ദീസ് ഫോറസ്റ്റ്. അപ്പോൾ ആ പ്രദേശങ്ങൾ അല്ലെങ്കിൽ ആ ഫോറസ്റ്റിൽ കാണപ്പെടുന്ന മരങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. Dry deciduous forests are confined to the other parts of Peninsular Plateau receiving 70 to 100 cm of annual rainfall. 70 മുതൽ 100 സെൻറ്റിമീറ്റർ ആനുവൽ റെയിൻഫോൾ ലഭിക്കുന്ന പെനിൻസുലാർ പ്ലാറ്റ്യൂവിലെ ഫോറസ്റ്റുകളാണ് ഡ്രൈ ഡെസിഡുവസ് ഫോറസ്റ്റ്. ഇറ്റ് ഗീവ്സ് വേ ടു തോൺ ഫോറസ്റ്റ് ആൻഡ് shrubs as we move closer to the areas with scanty rainfall. മഴ കുറച്ച് ലഭിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് തോൺ ഫോറസ്റ്റും ഷ്രബ്സും കുറ്റിക്കാടുകളും മുള്ള് കാടുകളുമൊക്കെ നമുക്ക് കാണാം. വിത്ത് ദ ഓൺസെറ്റ് ഓഫ് droughts, these trees completely shed their leaves and the forest turned to grasslands having leafless trees. അപ്പം ഡ്രോട്ട് വന്നു കഴിഞ്ഞാൽ, വരൾച്ച വന്നു കഴിഞ്ഞാൽ മരത്തിലെ ഇലകളെല്ലാം പൊഴിച്ച് അല്ലെങ്കിൽ ഇലകളെല്ലാം പോയി വെറും ലീഫ്ലെസ് ട്രീസായി മാറും. തേക്ക്, റോസ്വുഡ്, ആക്സിൽവുഡ്, ബാംബൂസ് എക്സെട്ര ആർ കോമൺ ഹിയർ. ഇവിടെ സാധാരണ കാണുന്ന മരങ്ങളാണ് തേക്ക്, റോസ്വുഡ്, ആക്സിൽവുഡ്, ബാംബൂസ് മുതലായവ. അപ്പോൾ നമുക്ക് ട്രോപ്പിക്കൽ ഡെസിഡുവസ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ 70 മുതൽ 200 സെൻറ്റിമീറ്റർ ആനുവൽ റെയിൻഫോൾ ലഭിക്കുന്ന കാടുകളാണ്. എന്നാൽ ഇതിൽ ആദ്യം 72 മുതൽ 100 വരെ മഴ ലഭിക്കുന്ന കാടുകൾക്കാണ് എന്ത് പറയുന്നത്? ഡ്രൈ ഡെസിഡുവസ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. 100 മുതൽ 200 വരെ മഴ ലഭിക്കുന്ന കാടുകളാണ് മോയ്സ്റ്റ് ഡെസിഡുവസ് ഫോറസ്റ്റ്. ഇനി നമുക്ക് ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് എന്താണെന്ന് നോക്കാം. ദിസ് ടൈപ്പ് ഓഫ് വെജിറ്റേഷൻ ഈസ് കോമൺ അലോങ് ദ റീജിയൻസ് വിത്ത് ഹൈ ടെമ്പറേച്ചർ. കൂടുതൽ ടെമ്പറേച്ചർ ഉള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ഫോറസ്റ്റാണ് ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ്. ആൻഡ് ആൻ ആനുവൽ റെയിൻഫോൾ ബിലോ 75 സെൻറ്റിമീറ്റർ.
അവിടെ മഴ വളരെ കുറവാണ്. ഇപ്പോൾ 75 സെൻറ്റിമീറ്ററിൽ താഴെ ആനുവൽ റെയിൻഫോൾ കിട്ടുന്ന കാടുകളാണ് ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ്. ഷോർട്ട് ട്രീസ് ആർ സീൻ ഹിയർ ആൻഡ് ദർ. അക്കേഷ്യ, യൂഫോർബിയ, ഡേറ്റ് പാംസ്, എ ഫ്യൂ വെറൈറ്റീസ് ഓഫ് ഗ്രാസ് എക്സെട്ര ആർ ദ കോമൺ വൺസ്. അപ്പോൾ മഴ കുറഞ്ഞ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന മരങ്ങളാണ് അവിടെ ഉള്ളത്. The semi-arid regions of Maharashtra and Karnataka to the east of Western Ghats and the dry regions of Andhra Pradesh, Telangana and Tamil Nadu have this type of vegetation. അപ്പോൾ ഈ തരത്തിലുള്ള ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് കാണപ്പെടുന്നത് എവിടെയൊക്കെയാണ്? മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട് എന്നിവിടങ്ങളിലാണ് ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് കാണുന്നത്. അവിടെ മഴ വളരെ കുറഞ്ഞു കിട്ടുന്ന സ്ഥലങ്ങൾ, അതായത് വരണ്ട സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള തോൺ ഫോറസ്റ്റ് കാണപ്പെടുന്നത്. സദേൺ മൗണ്ടൻ ഫോറസ്റ്റ്. നമുക്ക് സദേൺ മൗണ്ടൻ ഫോറസ്റ്റ് എന്താണെന്ന് നോക്കാം. ദ വെജിറ്റേഷൻ അലോങ് ദ ഹയർ റീച്ചസ് ഓഫ് ദ പ്ലാറ്റ്യൂ സച്ച് ആസ് ദ വെസ്റ്റേൺ ഗാർഡ്സ്, വിന്ധ്യ റേഞ്ചസ്, ദ നീലഗിരി ഹിൽസ് എക്സെട്ര ആർ ജനറലി ഇൻക്ലൂഡഡ് ഇൻ ദ കാറ്റഗറി ഓഫ് സദേൺ മൗണ്ടൻ ഫോറസ്റ്റ്. അപ്പം കുന്നു പ്രദേശങ്ങൾ, പർവ്വത പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വെജിറ്റേഷനാണ് സദേൺ മൗണ്ടൻ ഫോറസ്റ്റ്. അതായത് വെസ്റ്റേൺ ഗാർഡ്, വിന്ധ്യ റേഞ്ചസ്, നീലഗിരി തുടങ്ങിയ പർവ്വത മുകളിൽ കാണപ്പെടുന്ന ഫോറസ്റ്റുകളാണ് സദേൺ മൗണ്ടൻ ഫോറസ്റ്റ്. ദ പ്ലേസസ് സിറ്റുവേറ്റഡ് എബവ് 1500 meters ഹാവ് ടെമ്പറേറ്റ് വെജിറ്റേഷൻ ബിലോ വിച്ച് സബ് ട്രോപ്പിക്കൽ വെജിറ്റേഷൻ ഈസ് സീൻ. 1500 മീറ്ററിന് മുകളിൽ കാണപ്പെടുന്ന സസ്യജാലങ്ങളാണ് ടെമ്പറേറ്റ് വെജിറ്റേഷൻ. 1500 മീറ്ററിന് താഴെ ഉള്ള സസ്യജാലങ്ങൾക്ക് സബ് ട്രോപ്പിക്കൽ വെജിറ്റേഷൻ എന്ന് പറയുന്നു. ദ സബ് ട്രോപ്പിക്കൽ വെജിറ്റേഷൻ അലോങ് ദ നീലഗിരീസ്, പളനി, ആനമലൈ എക്സെട്ര ആർ കോൾഡ് ആസ് ഷോല ഫോറസ്റ്റ്. അപ്പോൾ 1500 മീറ്ററിന് താഴെ വരുന്ന സബ് ട്രോപ്പിക്കൽ വെജിറ്റേഷൻസ് ആണ് നീലഗിരി, പളനി, ആനമല എന്നിവിടങ്ങളിലുള്ളത്. ഇത്തരത്തിലുള്ള ഫോറസ്റ്റിനെയാണ് എന്ത് പറയുന്നത്? ഷോല ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സബ് ട്രോപ്പിക്കൽ വെജിറ്റേഷനെ ഷോല ഫോറസ്റ്റ് എന്ന് പറയുന്നു. ഇത് നീലഗിരി, പളനി, ആനമല എന്നിവിടങ്ങളിലാണ് കാണപ്പെടുന്നത്. സോയിൽ ടൈപ്സ് ഇൻ പെനിൻസുല പ്ലാറ്റ്യൂ. മോസ്റ്റ് ഓഫ് ദ സോയിൽ ടൈപ്സ് ഫൗണ്ട് ഇൻ ദ പെനിൻസുല പ്ലാറ്റ്യൂ ആർ ഇൻസിറ്റു സോയിൽസ്. ദ സോയിൽസ് ഫൗണ്ട് ഹിയർ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ബ്ലാക്ക് സോയിൽ, റെഡ് സോയിൽ, ലാറ്ററൈറ്റ് സോയിൽ ആൻഡ് മൗണ്ടൻ ഫോറസ്റ്റ് സോയിൽസ്. അപ്പം നമ്മുടെ പെനിൻസുല പ്ലാറ്റ്യൂവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സോയിൽ ടൈപ്പാണ് എന്ത്? ഇൻസിറ്റു സോയിൽസ്. അതുപോലെ മറ്റ് സോയിലുകൾ ഏതൊക്കെയാണ്? ബ്ലാക്ക് സോയിൽ, റെഡ് സോയിൽ, ലാറ്ററൈറ്റ് സോയിൽ, മൗണ്ടൻ ഫോറസ്റ്റ് സോയിൽ. അങ്ങനെ 4 തരത്തിലുള്ള സോയിലുകൾ വേറെയുമുണ്ട്. കൂടുതലായി കാണപ്പെടുന്ന സോയിൽ ടൈപ്പാണ് ഇൻസിറ്റു സോയിൽസ്. ഇൻസിറ്റു സോയിൽസ് ആൻഡ് ട്രാൻസ്പോർട്ടഡ് സോയിൽസ്. എന്താണ് ഇൻസിറ്റു സോയിൽസ്, ട്രാൻസ്പോർട്ടഡ് സോയിൽസ്? നമ്മൾ നേരത്തെ പറഞ്ഞു, പെനിൻസുല പ്ലാറ്റ്യൂവിൽ കൂടുതൽ കാണുന്ന സോയിൽ ടൈപ്പാണ് ഇൻസിറ്റു സോയിൽസ്. അപ്പോൾ ഇൻസിറ്റു സോയിൽസ് ആർ ദ സോയിൽസ് ദാറ്റ് റെസ്റ്റ് ഓവർ ദ പ്ലേസ് അറ്റ് വിച്ച് ദേ ആർ ഫോംഡ്. എക്സാമ്പിൾ ബ്ലാക്ക് സോയിൽ. ഏത് സ്ഥലത്താണോ ഈ സോയിൽ ഫോം ചെയ്യുന്നത് അത് ആ സ്ഥലത്ത് തന്നെ നിലനിൽക്കും. അങ്ങനെയുള്ള സോയിലുകളാണ് ഇൻസിറ്റു സോയിൽസ്. ബ്ലാക്ക് സോയിൽ അത്തരത്തിലുള്ള ഒരു സോയിലാണ്. The soils carried away by rivers, wind, etc. and deposited somewhere else are called transported soils. ഇപ്പോൾ ട്രാൻസ്പോർട്ട് എന്നുള്ള വാക്ക് പോലെ തന്നെ ഈ സോയിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നദികളോ കാറ്റോ കൊണ്ടുപോവുകയാണെങ്കിൽ അത്തരത്തിലുള്ള സോയിലുകളെയാണ് പറയുന്നത് എന്ത്? ട്രാൻസ്പോർട്ടഡ് സോയിൽസ്. അപ്പോൾ ഇത് ആ സോയിലുകൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോവുക ചെയ്യുന്നത്. അങ്ങനെയുള്ള സോയിലുകൾക്ക് ഒരു എക്സാമ്പിളാണ് അലൂവിയൽ സോയിൽ. ഇനി നമുക്ക് ബ്ലാക്ക് സോയിൽ എന്താണെന്ന് പഠിക്കാം. യു നോ ദാറ്റ് ദ നോർത്തേൺ പാർട്ട് ഓഫ് ദ ഡെക്കാൻ പ്ലാറ്റ്യൂ ഈസ് എ വാസ്റ്റ് ലാവ പ്ലാറ്റ്യൂ. ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഡെക്കാൻ പ്ലാറ്റ്യൂ പഠിക്കുന്ന സമയത്ത് ഡെക്കാൻ പ്ലാറ്റ്യൂവിൻ്റെ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ലാവ പ്ലാറ്റ്യൂ ആണെന്ന്. ബ്ലാക്ക് സോയിൽസ് ആർ ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ലോങ് ടേം വെതറിംഗ് ഓഫ് ലാവ റോക്സ് കോൾഡ് ബസാൾട്ട് ഇൻ ദിസ് റീജിയൻ. അപ്പോൾ അവിടെയുള്ള ബസാൾട്ടൈറ്റ് ലാവ റോക്സ് ഒരുപാട് കാലത്തെ വെതറിംഗ് കാരണം അല്ലെങ്കിൽ അതിന് മാറ്റം സംഭവിച്ച് ഉണ്ടായതാണ് ബ്ലാക്ക് സോയിൽസ്. ഇതും നമ്മൾ പഠിച്ചതാണ്. ബ്ലാക്ക് സോയിൽസ് ആർ ഫൗണ്ട് മെയിൻലി ഇൻ ദ സ്റ്റേറ്റ്സ് ഓഫ് മഹാരാഷ്ട്ര ആൻഡ് മധ്യപ്രദേശ് ആൻഡ് പാർട്ട്ലി ഇൻ കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത് ആൻഡ് തമിഴ്നാട്. അപ്പോൾ കൂടുതലായിട്ടും ബ്ലാക്ക് സോയിൽ കാണപ്പെടുന്നത്
മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ്. ഭാഗികമായി കാണപ്പെടുന്നതാണ് കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, തമിഴ്നാട് എന്നീ സ്റ്റേറ്റുകൾ. വാട്ട് ആർ ദ അതർ നെയിംസ് ബൈ വിച്ച് ദീസ് സോയിൽസ് ആർ നോൺ? മറ്റ് പേരുകൾ ഏതൊക്കെയാണ്? ഇത് നമ്മൾ മുമ്പ് പഠിച്ചതാണ് അല്ലേ? ട്രിഗർ സോയിൽ ആൻഡ് ബ്ലാക്ക് കോട്ടൺ സോയിൽ. അതാണ് ബ്ലാക്ക് സോയിലിൻ്റെ മറ്റ് പേരുകൾ. ഇനി നമുക്ക് റെഡ് സോയിലിനെ കുറിച്ച് പഠിക്കാം. എന്താണ് ചുവന്ന മണ്ണ്? റെഡ് സോയിൽ ഈസ് ഫോംഡ് ബൈ ദ വെതറിംഗ് ഓഫ് വെരി ഓൾഡ് ക്രിസ്റ്റലൈൻ മെറ്റമോർഫിക് റോക്സ് ഓഫ് ദ പെനിൻസുല പ്ലാറ്റ്യൂ. പെനിൻസുല പ്ലാറ്റ്യൂവിലെ മെറ്റമോർഫിക് റോക്സിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ക്രിസ്റ്റലൈൻ പാർട്ട് അപക്ഷയം സംഭവിച്ച് മാറിയിട്ടുള്ളതാണ് റെഡ് സോയിൽ. Even though it is called as red soil in general, in some places it also appears in brown, grey and yellow colors. അപ്പോൾ ഇതിന് റെഡ് കളർ നമ്മൾ അല്ലെങ്കിൽ റെഡ് സോയിൽ എന്ന് തന്നെയാണ് പറയുന്നതെങ്കിലും ചില സ്ഥലങ്ങളിൽ ഇത് വേറെ കളറുകളിലും കാണപ്പെടുന്നു. ബ്രൗൺ, ഗ്രേ, യെല്ലോ കളറിലും കാണപ്പെടുന്നു. The red color is mainly due to the presence of considerable quantity of iron in this soil. അപ്പോൾ മണ്ണിലുള്ള ഇരുമ്പിൻ്റെ അളവ് ആണ് ആ മണ്ണിന് ചുവപ്പ് നിറം കൊടുക്കുന്നത്. അല്ലെങ്കിൽ മണ്ണിലുള്ള ഇരുമ്പിൻ്റെ പ്രസൻസ് ആണ് മണ്ണിനെ ചുവപ്പ് നിറമാക്കുന്നത്. ലാറ്ററൈറ്റ് സോയിൽ. എന്താണ് ലാറ്ററൈറ്റ് സോയിൽ? ലാറ്ററൈറ്റ് സോയിൽ ഈസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ലീച്ചിങ് ഓഫ് മിനറൽസ് സച്ച് ആസ് സിലിക്ക ആൻഡ് ലൈം ഫ്രം ദ സോയിൽ അറ്റ് പ്ലേസസ് എക്സ്പീരിയൻസിങ് ഓൾട്ടർനേറ്റിംഗ് പീരീഡ്സ് ഓഫ് ഹെവി റെയിൻ ആൻഡ് ഡ്രോട്ട്. ഇപ്പോൾ വലിയ മഴയും വരൾച്ചയും ഒക്കെ കാരണം ഒരുപാട് കാലം മണ്ണിലുള്ള സിലിക്കയും ലൈമും എല്ലാം ഒലിച്ചു പോവുക, എന്നിട്ട് ഫോം ചെയ്യുന്നതാണ് ലാറ്ററൈറ്റ് സോയിൽ. In the Peninsula Plateau, laterite soil is mainly found along the Western Ghats, the Eastern Ghats, Rajmahal Hills, Vindhya and Satpura Mountains and Malwa Plateau. അപ്പോൾ ഇത് പർവ്വത പ്രദേശങ്ങളിലുള്ള സ്ഥലങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത്. അതായത് വെസ്റ്റേൺ ഘാട്ട്, ഈസ്റ്റേൺ ഘാട്ട്, രാജ്മഹൽ ഹിൽസ്, വിന്ധ്യ ആൻഡ് സത്പുര മൗണ്ടൻസ്, മാൽവ പ്ലാറ്റോ എന്നിവിടങ്ങളിൽ ഈ ലാറ്ററൈറ്റ് സോയിൽ കാണപ്പെടുന്നു. ബീയിങ് ലെസ് ഫെർട്ടൈൽ, ദിസ് സോയിൽ ഈസ് ജനറലി നോട്ട് അറബിൾ. നമ്മൾ നേരത്തെ പഠിച്ചാണ് ബ്ലാക്ക് സോയിൽ ഏറ്റവും സ്യൂട്ടബിൾ ആണ് കൾട്ടിവേഷന്. പക്ഷേ ഇവിടെ ലാറ്ററൈറ്റ് സോയിൽ അത്ര ഫെർട്ടൈൽ അല്ല. കാരണം ഇത് ജനറലി ഫെർട്ടൈൽ അല്ല, അറബിൾ ആണ്, കൃഷിക്ക് യോജ്യമായതല്ല. നോട്ട് അറബിൾ ആണ്. കൃഷിക്ക് യോജ്യമാണെങ്കിൽ അറബിൾ എന്ന് പറയും. കൃഷിക്ക് യോജിച്ച മണ്ണല്ല ലാറ്ററൈറ്റ് സോയിൽ. പക്ഷേ നമുക്ക് ഫെർട്ടിലൈസേഷൻ വഴി ഇത് കൂടുതൽ കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റാൻ കഴിയും. But through fertilization it is used extensively for plantation crops such as tea, coffee, rubber and arecanut. അപ്പോൾ നമുക്ക് പ്ലാന്റേഷൻ ക്രോപ്സ് ആയ ടീ, കോഫി, റബ്ബർ മുതലായവ കൃഷി ചെയ്യുന്നതിന് ഫെർട്ടിലൈസേഷൻ വഴി അനുയോജ്യമാക്കി മാറ്റാൻ കഴിയും. മൗണ്ടൻ സോയിൽ. ഇൻ സൗത്ത് ഇന്ത്യ മൗണ്ടൻ സോയിൽ ഈസ് സീൻ അലോങ് ദ വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ ഘാട്സ്. അപ്പോൾ വെസ്റ്റേൺ ഈസ്റ്റേൺ ഘാട്ടിൽ കാണപ്പെടുന്ന സൗത്ത് ഇന്ത്യയിൽ കാണപ്പെടുന്ന മണ്ണാണ് മൗണ്ടൻ സോയിൽ. This soil is suitable for the plantation crops. അപ്പോൾ പ്ലാന്റേഷൻ ക്രോപ്സിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മണ്ണാണ് മൗണ്ടൻ സോയിൽ. ഏതൊക്കെയാണ് പ്ലാന്റേഷൻ ക്രോപ്സ്? എസ്പെഷ്യലി ടീ, കോഫി, സ്പൈസസ് ആൻഡ് ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് ഇൻ കർണാടക, തമിഴ്നാട് ആൻഡ് കേരള. കർണാടക, തമിഴ്നാട്, കേരളത്തിലെ ട്രോപ്പിക്കൽ ഫ്രൂട്ട്സിനും ടീ, കോഫി, സ്പൈസസ് മുതലായവയ്ക്കും അനുയോജ്യമായതാണ് മൗണ്ടൻ സോയിൽ. Other than the above discussed soils, in accordance with the physiography and climate, there is a wide variety of regional soil types in Peninsula Plateau. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ബ്ലാക്ക് സോയിൽ, ലാറ്ററൈറ്റ് സോയിൽ, മൗണ്ടൻ സോയിൽ കൂടാതെ തന്നെ പലതരത്തിലുള്ള സോയിലുകളും ഈ പ്രദേശത്ത് കാണാൻ കഴിയുന്നത്. ഫിസിയോഗ്രാഫി, ക്ലൈമറ്റിനനുസരിച്ച് പലതരത്തിലുള്ള സോയിലുകളും വൈഡ് വെറൈറ്റി ഓഫ് റീജിയണൽ സോയിൽസ് നമുക്കിവിടെ കാണാം. അഗ്രികൾച്ചർ ഇൻ പെനിൻസുല പ്ലാറ്റ്യൂ. പെനിൻസുല പ്ലാറ്റ്യൂവിലെ അഗ്രികൾച്ചറിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. കൃഷി എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കറിയാം അഗ്രികൾച്ചർ ഇവിടെ സ്യൂട്ടബിൾ അല്ല അല്ലേ? പെനിൻസുല പ്ലാറ്റ്യൂവിൽ അഗ്രികൾച്ചർ സ്യൂട്ടബിൾ അല്ല. ഈവൻ ദോ ദ പ്ലാറ്റ്യൂ regions are generally not suitable for agriculture when compared to the plains. Crops such as rice, wheat, cotton, sugarcane and tobacco as well as plantation crops such as tea and coffee are being cultivated in different parts of the Peninsula Plateau. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഇത് കൾട്ടിവേഷൻ അല്ലെങ്കിൽ അഗ്രികൾച്ചറിന് സ്യൂട്ടബിൾ അല്ല. എന്നിരുന്നാലും ചില ഭാഗങ്ങളിൽ, അതായത് പ്ലെയിൻസിനെ അപേക്ഷിച്ച് കൃഷിക്ക് യോഗ്യമല്ല എങ്കിൽ കൂടി ചില ഭാഗങ്ങളിൽ ക്രോപ്സ് ആയിട്ടുള്ള റൈസ്, വീറ്റ്, കോട്ടൺ, അതുപോലെ പ്ലാന്റേഷൻ ക്രോപ്സ് ആയ ടീ, കോഫി
മുതലായവ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. Agriculture is possible only in selected regions due to the constraints such as undulating topography, fluvial eroded surface soil, steep slopes, thin topsoil, exposed rocks and a few scattered hills. നമുക്കറിയാം, പെനിൻസുലർ പ്ലാറ്റ്യൂവിൽ അഗ്രികൾച്ചർ പോസിബിൾ അല്ല, സ്യൂട്ടബിൾ അല്ല നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷേ കുറച്ച് സെലക്റ്റഡ് ഏരിയയിൽ അഗ്രികൾച്ചർ പോസിബിൾ ആണ്, അഗ്രികൾച്ചർ സാധ്യമാണ്. ഏതൊക്കെ ഏരിയയിലാണ് അഗ്രികൾച്ചർ പോസിബിൾ അല്ലാത്തത്? ചില പ്രധാന പ്രശ്നങ്ങൾ കാരണമാണ് ഇവിടെ കൃഷിക്ക് അനുയോജ്യമല്ലാതായി മാറിയത്. ഏതൊക്കെയാണ് ആ പ്രശ്നങ്ങൾ? അൺഡുലേറ്റിംഗ് ടോപ്പോഗ്രഫി, ഉയർന്നതും താഴ്ന്നതുമായ പ്രദേശങ്ങളാണ് ഒരു കാരണം. വെള്ളത്തിൻ്റെ ഒഴുക്കിനാൽ നഷ്ടപ്പെടുന്ന മേൽമണ്ണാണ് അഗ്രികൾച്ചർ ചെയ്യുന്നതിന് വേറൊരു കാരണം. അതുപോലെ സ്റ്റീപ്പ് സ്ലോപ്സ്, തിൻ ടോപ്പ് സോയിൽ, കുത്തിനെയുള്ള താഴ്വാരകളും തിൻ ടോപ്പ് സോയിലും, അതായത് മുകളിലെ മണ്ണ് വളരെ തിന്നായിരിക്കുക, വളരെ കട്ടി കുറഞ്ഞ മുകൾ മണ്ണും, എക്സ്പോസ്ഡ് റോക്സ് ആൻഡ് എ ഫ്യൂ സ്കാറ്റേർഡ് ഹിൽസ്, കുന്നുകളെല്ലാം സ്കാറ്റേർഡായി കിടക്കുക, അതായത് ചിതറിക്കിടക്കുക, അല്ലെങ്കിൽ ഇടയ്ക്കിടെയുള്ള കുന്നുകൾ. സ്കാറ്റേർഡായി എന്ന് പറയുന്നത് ഇടയ്ക്കിടെയുള്ള കുന്നുകളുമെല്ലാം കൃഷിക്ക് വളരെയധികം പ്രയാസമുള്ളതാക്കി മാറ്റിയിട്ടുണ്ട്. പ്ലാന്റേഷൻ ക്രോപ്സ് ഡോമിനേറ്റ് ഇൻ ദ വെസ്റ്റേൺ ഗാർഡ്സ്. പ്ലാന്റേഷൻ ക്രോപ്സ് ഏതൊക്കെയാണ്? ടീ, കോഫി, ഇവയെല്ലാം വെസ്റ്റേൺ ഗാർഡ്സിലാണ് കൃഷി ചെയ്യുന്നത്. ടീ ആൻഡ് കോഫി പ്ലാന്റേഷൻസ് ആർ ക്വൈറ്റ് കോമൺ ഇൻ ദ നീലഗിരീസ്. ഇതെല്ലാം നമ്മൾ നേരത്തെ നോക്കിയതാണ് അല്ലേ? നീലഗിരിയിൽ ടീ, കോഫി പ്ലാന്റേഷൻ ഉണ്ട്. ബട്ട് പാഡി ഈസ് ഓൾസോ ബീങ് കൾട്ടിവേറ്റഡ് ഹിയർ ബൈ മേക്കിംഗ് ഹിൽ ടെറസസ്. അതായത് മലഞ്ചെരിവുകളൊക്കെ തട്ടുകളാക്കി പാഡി കൃഷി ചെയ്യുന്നുണ്ട്, നെല്ല് കൃഷി നടത്തുന്നുണ്ട്. നമുക്ക് കോഫി കൃഷിയെക്കുറിച്ച് പഠിക്കാം. Karnataka is the leading producer of coffee in India. The state owns about 59% of the coffee plantations and 71% of coffee production in India. അപ്പോൾ ഇന്ത്യയിലെ കോഫി പ്രൊഡക്ഷനിൽ ലീഡ് ചെയ്ത് നിൽക്കുന്നത് കർണാടകയാണ്. കർണാടകയിൽ 59% കോഫി കൃഷിയാണ് ചെയ്യുന്നത്. 71% കോഫി പ്രൊഡക്ഷൻ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കർണാടകയിൽ നിന്നാണ്. കേരള വിത്ത് 22% of production stands second. Rich varieties of coffee such as Arabica and Robusta are mainly cultivated. അപ്പോൾ ഇന്ത്യയിൽ 2ാം സ്ഥാനം കേരളത്തിനാണ് കോഫി കൃഷി ചെയ്യുന്നതിൽ. അതുപോലെ പല വെറൈറ്റീസിലാണ്, റിച്ച് വെറൈറ്റീസ് ഓഫ് കോഫി ആയിട്ടുള്ള അറബിക്ക, റോബസ്റ്റ മുതലായവയും കൃഷി ചെയ്തിട്ടുണ്ട്. ടീ പ്ലാന്റേഷൻ. The tea plantations in the plateau are mainly confined to the Nilagiri hills and western ghats spread over Tamil Nadu, Karnataka and Kerala. The region stands out with 44% of plantations and 25% of the total production in India. അപ്പോൾ നമുക്കിവിടെ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ ടീ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നും എത്ര പ്രൊഡക്ഷനാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളതെന്നാണ് പഠിക്കാനുള്ളത്. ഇപ്പോൾ ടീ പ്ലാന്റേഷൻ കൂടുതലായിട്ടുള്ളത് നീലഗിരി, അതുപോലെ വെസ്റ്റേൺ ഗാർഡ്സിലാണ്. പ്രത്യേകിച്ചും തമിഴ്നാട്, കർണാടക, കേരള ഈ 3 സ്റ്റേറ്റിലാണ് ടീ പ്ലാന്റേഷൻ കൂടുതലായിട്ടുള്ളത്. 44% ഓഫ് പ്ലാന്റേഷൻസും ടീ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന 25%-ൽ ടീ പ്രൊഡക്ഷൻ വരുന്നത് ഈ പ്രദേശത്തു നിന്നാണ്, അതായത് തമിഴ്നാട്, കർണാടക, കേരളത്തിൽ നിന്നാണ്. ബീങ് ലേബർ ഇൻറ്റൻസീവ്, ദ സെക്ടർ പ്രൊവൈഡ്സ് എ ലോട്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ബോത്ത് ഇൻ പ്ലാന്റേഷൻസ് ആൻഡ് ഇൻ ദ allied ഇൻഡസ്ട്രീസ്. ഇവിടെ എന്താണ്, കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതായത് ജോലി സാധ്യതകൾ കൂടുതലാണ് ഈ സെക്ടറിൽ, അതായത് ടീ പ്ലാന്റേഷനിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ ഉണ്ട്. അത് പ്ലാന്റേഷനിലും ഉണ്ട്, അതായത് തേയില കൃഷി ചെയ്യുന്നതിലും ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട മറ്റ് വ്യവസായങ്ങളിലും ആളുകൾക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. Sugarcane. The most favorable condition for sugarcane cultivation persists in the Deccan Plateau region, even though the northern plains dominates in the area of cultivation. The northern plain sugarcane cultivation ഉണ്ടെങ്കിലും ഏറ്റവും മോസ്റ്റ് ഫേവറബിൾ കണ്ടീഷൻ ഡെക്കാൻ പ്ലാറ്റ്യൂവിൽ ഉണ്ട്. ഇപ്പോൾ ഡെക്കാൻ പ്ലാറ്റ്യൂ sugarcane cultivation കൂടുതൽ സ്യൂട്ടബിൾ ആണ്. ഇനി എന്തെല്ലാം കണ്ടീഷൻസ് ആണ് ഇവിടെ ഉള്ളത്, ഫേവറബിൾ കണ്ടീഷൻസ് ആണ് ഇവിടെ ഉള്ളത് നോക്കാം. ലെറ്റ് us see the favorable conditions here. ബ്ലാക്ക് ലാവ സോയിൽ ഇൻ ദ ഡെക്കാൻ പ്ലാറ്റ്യൂ. ഡെക്കാൻ പ്ലാറ്റ്യൂവിലെ ബ്ലാക്ക് ലാവ സോയിൽ ഷുഗർകെയിൻ കൾട്ടിവേഷന് ഏറ്റവും സ്യൂട്ടബിൾ ആണ്. അതുപോലെ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആൻഡ് ലോങ് ക്രഷിംഗ് സീസൺ, അവിടുത്തെ ട്രോപ്പിക്കൽ കാലാവസ്ഥയും അതേപോലെ അതിൻ്റെ വിളവെടുക്കുന്ന സീസണും
അല്ലെങ്കിൽ ആ ടൈം വളരെ ദീർഘമാണ്, വളരെ നീണ്ടു നിൽക്കുന്ന ക്രഷിംഗ് സീസണാണുള്ളത്. കമ്പാരിറ്റീവ്ലി ഹൈ സൂക്രോസ് കണ്ടന്റ് ഇൻ ദ ട്രോപ്പിക്കൽ വെറൈറ്റി ഓഫ് ഷുഗർ കെയിൻ. അവിടെ കൃഷി ചെയ്യുന്ന ഷുഗർ കെയിനിൽ കൂടുതൽ സൂക്രോസ് കണ്ടന്റ് ഉണ്ട്. ഷുഗർ കെയിൻ കൾട്ടിവേഷന് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള 3 കണ്ടീഷൻസ് ഡെക്കാൻ പ്ലാറ്റ്യൂവിലുണ്ട്. നമ്മൾ കണ്ടു കഴിഞ്ഞു. ലാവാ സോയിൽ, അവിടുത്തെ ക്ലൈമാറ്റ്, അതേപോലെ ഷുഗർ കെയിനിലുള്ള കൂടുതൽ സൂക്രോസും. ഇനി നമുക്ക് കോട്ടൺ കൾട്ടിവേഷൻ നോക്കാം. ഈവൻ ദോ കോട്ടൺ ഈസ് എ ഖാരിഫ് ക്രോപ്പ്, ദ കോട്ടൺ കൾട്ടിവേഷൻ ഇൻ പെനിൻസുലാർ ഇന്ത്യ ബിഗിൻസ് ബൈ ദ മന്ത് ഓഫ് ഒക്ടോബർ ആൻഡ് ഈസ് ഹാർവെസ്റ്റഡ് ഫ്രം ജനുവരി ടു മെയ്. ഇപ്പോൾ ഒക്ടോബറിലാണ് ഈ ഖാരിഫ് ക്രോപ്പായ കോട്ടൺ കൃഷി ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഹാർവെസ്റ്റ്, വിളവെടുപ്പ് നടക്കുന്നത് ജനുവരി ടു മെയ് വരെയാണ്. അപ്പോൾ കോട്ടൺ കൾട്ടിവേഷൻ ഈ റീജിയനിൽ, ഇന്ത്യയിലെ പെനിൻസുലാർ റീജിയനിൽ കോട്ടൺ കൾട്ടിവേഷൻ ഉള്ളത് നമ്മുടെ ഈ പ്ലാറ്റ്യൂലാണ്, പെനിൻസുലാർ പ്ലാറ്റ്യൂലാണ്. ദിസ് ഈസ് ബിക്കോസ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഹാവ് 7 frost free months in the early growing period. Cotton requires 21 degrees Celsius to 30 degrees Celsius of temperature and 50 to 100 centimeter annual rainfall. അപ്പം കോട്ടൺ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ചൂടും അതുപോലെ റെയിൻഫോളും ഇവിടെ ലഭ്യമാണ്. ബട്ട് കോട്ടൺ ഈസ് ഓൾസോ കൾട്ടിവേറ്റഡ് ഇൻ ലോ റെയിൻഫോൾ ഏരിയാസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇറിഗേഷൻ. പക്ഷേ താഴ്ന്ന പ്രദേശങ്ങളിലും കോട്ടൺ കൾട്ടിവേഷൻ നടക്കുന്നുണ്ട്. ഇറിഗേഷൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ജലസേചന സൗകര്യങ്ങളൊക്കെ നൽകി കൃഷി ചെയ്യുന്നുണ്ട്. ദ ബ്ലാക്ക് സോയിൽ ഇൻ ദ ഡെക്കാൻ മാൽവ പ്ലാറ്റ്യൂ റീജിയൻ ഈസ് ദ മോസ്റ്റ് സ്യൂട്ടഡ് ഫോർ കോട്ടൺ കൾട്ടിവേഷൻ. കോട്ടൺ കൾട്ടിവേഷൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മണ്ണ് ഇവിടെ ഉണ്ട്. അതായത് ഡെക്കാൻ മാൽവ പ്ലാറ്റ്യൂവിൽ ആ അനുയോജ്യമായ മണ്ണാണുള്ളത്. ഗുജറാത്ത് ഈസ് ദ ലീഡിംഗ് പ്രൊഡ്യൂസർ ഇൻ ഇന്ത്യ ഫോളോഡ് ബൈ മഹാരാഷ്ട്ര. അപ്പോൾ മഹാരാഷ്ട്രയുടെ അടുത്ത് നിൽക്കുന്ന അടുത്ത സംസ്ഥാനമാണ് ഗുജറാത്ത്. അതായത് ഈ പ്രൊഡക്ഷനിൽ മഹാരാഷ്ട്ര കഴിഞ്ഞാൽ വരുന്ന ലീഡിംഗ് പ്രൊഡ്യൂസറാണ് ഗുജറാത്ത്. സ്റ്റോർ ഹൗസ് ഓഫ് മിനറൽസ്. Mineral resources in India are largely concentrated in the crystalline rock layers and the lower hilly tracts of Peninsular Plateau. അപ്പോൾ പെനിൻസുലാർ പ്ലാറ്റ്യൂവിലെ താഴ്ന്ന കുന്നിൻ പ്രദേശങ്ങളും അതുപോലെ ക്രിസ്റ്റലൈൻ റോക്ക് ലേയേഴ്സിലുമാണ് മിനറൽ റിസോഴ്സസ് ഉള്ളത്. ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ ഈസ് ടേംഡ് ആസ് ദ ഹാർട്ട് ലാൻഡ് ഓഫ് മിനറൽസ്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ് ചോട്ടാ നാഗ്പൂരിൻ്റെ. അപ്പോൾ അവിടെ മിനറൽസിൻ്റെ ഹാർട്ട് ലാൻഡാണ്. അതായത് കൂടുതൽ മിനറൽസ് ലഭിക്കുന്നത് ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂവിലാണ്. ദ ചോട്ടാ നാഗ്പൂർ ഒഡീഷ പ്ലാറ്റ്യൂ വിച്ച് സ്പ്രെഡ്സ് ഓവർ ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ ആൻഡ് ഒഡീഷ ഈസ് ദ റിച്ചസ്റ്റ് മിനറൽ ബെൽറ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും അധികം മിനറൽ ലഭ്യമാകുന്ന സ്ഥലങ്ങളാണ് ഏതെല്ലാം? ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ. അതായത് ചോട്ടാ നാഗ്പൂർ, ഒഡീഷ, പ്ലാറ്റ്യൂ എന്ന് പറഞ്ഞാൽ ഈ 3 പ്രദേശങ്ങൾ കൂടി ചേർന്നാണ്. This region is rich in metallic and non-metallic minerals such as coal, iron ore, manganese, mica, bauxite and copper. അപ്പോൾ ഇവിടെ നമുക്ക് ലഭിക്കുന്ന വസ്തുക്കൾ മിനറൽസ് അല്ലാത്തതും മെറ്റലിക്കും അതേപോലെ നോൺ മെറ്റലിക് മിനറൽസ് ആണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. Based on the availability of mineral resources, the Peninsular Plateau can be divided as different മിനറൽ സോൺസ്. അപ്പം മിനറൽ സോൺസ് ലഭിക്കുന്നതിനനുസരിച്ച് ആ പ്രദേശങ്ങളെ പല മേഖലകളായി തിരിക്കുകയാണ്. പെനിൻസുലാർ പ്ലാറ്റ്യൂവിനെ ഡിഫറെൻറ്റ് മിനറൽ സോൺസായി തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് നോർത്ത് ഈസ്റ്റേൺ പ്ലാറ്റ്യൂ റീജിയൻ. ദ ചോട്ടാ നാഗ്പൂർ ഒഡീഷ പ്ലാറ്റ്യൂ റീജിയൻ ഈസ് ദ ലാർജസ്റ്റ് മിനറൽ ബെൽറ്റ്. ദിസ് റീജിയൻ സ്പ്രെഡ്സ് ഓവർ ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ ആൻഡ് ഒഡീഷ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞ കാര്യങ്ങളാണ്. ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ ആൻഡ് ഒഡീഷ, അവിടെയാണ് ലാർജസ്റ്റ് മിനറൽ ഉള്ളത്. Minerals such as coal, iron ore, manganese, mica, bauxite and copper are being mined in this region. ഇപ്പോൾ പ്രദേശങ്ങളിൽ നിന്ന് കിട്ടുന്ന മിനറൽസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. കോൾ, അയൺ ഓർ, മാംഗനീസ്, മൈക്ക, ബോക്സൈറ്റ് ആൻഡ് കോപ്പർ. അതുപോലെ അടുത്തത് മിനറൽ സോണാണ് സെൻട്രൽ റീജിയൻ. മിനറൽസ് such as manganese, bauxite, limestone, marble, coal, mica, iron ore and graphite are largely obtained from the central region which spread over Chhattisgarh, Madhya Pradesh, Telangana, Andhra Pradesh and Maharashtra. അപ്പോൾ സെൻട്രൽ റീജിയനിൽ കുറച്ചും കൂടെ സ്ഥലങ്ങളുണ്ട്. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ് ആൻഡ് മഹാരാഷ്ട്ര ചേർന്നിട്ടുള്ള സെൻട്രൽ റീജിയനിലും ഈ ഏതെല്ലാം മിനറൽസ് ആണ് കിട്ടുന്നതെന്ന് പറയുന്നത്. മാംഗനീസ്,
ബോക്സൈറ്റ്, ലൈംസ്റ്റോൺ, മാർബിൾ, കോൾ, മൈക്ക, അയൺ ഓർ. അതുപോലെ ഗ്രാഫൈറ്റും ലഭിക്കുന്നുണ്ട്. ഇനി അടുത്ത മിനറൽ സോണാണ് സദേൺ റീജിയൻ. ഇവിടെ ഏതെല്ലാമാണ് കിട്ടുന്നത് നോക്കാം. മിനറൽസ് സച്ച് ആസ് അയൺ ഓർ, ബോക്സൈറ്റ്, lignite are seen along this region which spreads over Karnataka plateau and the adjoining parts of Tamil Nadu. അപ്പോൾ ഇവിടെ കർണാടക അതുപോലെ തമിഴ്നാട് പ്ലാറ്റോയിൽ നിന്ന് അല്ലെങ്കിൽ ആ പ്രദേശത്ത് നിന്ന് ലഭിക്കുന്ന മിനറൽസ് ആണ് സദേൺ റീജിയനിൽ കിട്ടുന്നവ. The south western region is the fourth mineral zone. Iron ore, clay, etc. are largely obtained from this region which spreads over വെസ്റ്റേൺ കർണാടക ആൻഡ് ഗോവ. അപ്പോൾ സദേൺ വെസ്റ്റ് റീജിയനിൽ നമുക്ക് മാപ്പ് നോക്കിയാൽ മനസ്സിലാവും. കർണാടക, ഗോവ ഭാഗങ്ങളിലാണ് ഈ മിനറൽസ് ലഭിക്കുന്നത്. ഇനി നോർത്ത് വെസ്റ്റേൺ റീജിയൻ അത് ഏതെല്ലാം വന്ന് നോക്കാം. ദ ആരവല്ലി റേഞ്ച് ഇൻ ദ രാജസ്ഥാൻ ആൻഡ് അഡ്ജോയിനിങ് പാർട്സ് ഓഫ് ഗുജറാത്ത് ആർ റിച്ച് ഇൻ കോപ്പർ, ലെഡ്, സിങ്ക്, യുറേനിയം ആൻഡ് മൈക്ക. ഈ പറഞ്ഞ വസ്തുക്കളെല്ലാം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? രാജസ്ഥാൻ, ഗുജറാത്ത് പ്രദേശങ്ങളിൽ നിന്നാണ്. അതായത് ആരവല്ലി റേഞ്ച് പ്രദേശമായ രാജസ്ഥാനിലെ ആരവല്ലി റേഞ്ചും അതുപോലെ ഗുജറാത്തിൽ നിന്നുമാണ് നമുക്ക് മിനറൽസ് ലഭിക്കുന്നത്. അപ്പോൾ നോർത്ത് വെസ്റ്റേൺ ഭാഗത്തു നിന്ന് കിട്ടുന്ന നോർത്ത് വെസ്റ്റേൺ റീജിയനിൽ നിന്ന് ആണ് അറിയപ്പെടുന്നത്. ലൈഫ് ഇൻ പെനിൻസുലാർ പ്ലാറ്റ്യൂ. പെനിൻസുലാർ പ്ലാറ്റ്യൂവിലെ ആളുകളുടെ ജീവിതം, അതായത് അതിനു മുമ്പ് ആളുകൾ അവിടെ എത്രമാത്രം പൊല്യൂട്ടഡ് ആണോ അല്ലെങ്കിൽ എത്ര മാത്രം ജനസംഖ്യ അവിടെ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് അത് വാസയോഗ്യമായ സ്ഥലമാണോ എന്നൊക്കെ നമുക്ക് നോക്കാം. ദ പെനിൻസുലാർ പ്ലാറ്റ്യൂ ഈസ് മോഡറേറ്റ്ലി പോപ്പുലേറ്റഡ്. അപ്പോൾ അത്ര അധികം ആൾതാമസമില്ലാത്ത എന്നാലും ആളുകൾ വസിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് പെനിൻസുലാർ പ്ലാറ്റ്യൂ. ഇൻ ദ ഏർലിയർ സ്റ്റേജസ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് ഇൻ ദ പെനിൻസുലാർ പ്ലാറ്റ്യൂ വർ ലിമിറ്റഡ് ഡ്യൂ ടു നോൺ അറബിൾ ടോപ്പോഗ്രഫി ആൻഡ് കോണ്ടിനെൻ്റൽ ക്ലൈമാറ്റ്. അപ്പോൾ കൃഷിക്ക് അത്ര യോജിച്ചതല്ലാത്തത് ടോപ്പോഗ്രഫിയും അതുപോലെ അവിടുത്തെ കാലാവസ്ഥയും ആ പ്രദേശം അത്ര ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് ഉണ്ടായിരുന്നില്ല. ലേറ്റർ വിത്ത് ദ ബിഗിനിങ് ഓഫ് മൈനിങ് ആക്ടിവിറ്റീസ്, ഡെവലപ്മെൻറ്റ് ഓഫ് റോഡ് റെയിൽ നെറ്റ്വർക്ക് ആൻഡ് എമർജൻസ് ഓഫ് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ് പീപ്പിൾ വെർ അട്രാക്റ്റഡ് ടു ദ പ്ലാറ്റ്യൂ. അപ്പോൾ അവിടെ മൈനിങ് പ്രവർത്തനങ്ങളെല്ലാം അതുപോലെ തന്നെ റോഡ്, റെയിൽ നെറ്റ് തുടങ്ങിയവയെല്ലാം വന്നതോടുകൂടി മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസും എല്ലാം തന്നെ ആളുകളെ ആ പ്ലാറ്റ്യൂവിലേക്ക് വരാൻ പ്രേരിപ്പിച്ചു. സ്കോപ്പ് ഓഫ് കമേഴ്ഷ്യൽ അഗ്രികൾച്ചർ ബേസ്ഡ് ഓൺ ഇറിഗേഷൻ ആൻഡ് ടെക്നോളജിക്കൽ പോസിബിലിറ്റീസ് ഓൾസോ ലെഡ് ടു എൻ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഹിയർ. അപ്പോൾ അവിടെയുള്ള ജലസേചന സൗകര്യങ്ങളും എല്ലാം തന്നെ കൃഷിയെ സഹായിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആളുകൾ അവിടേക്ക് താമസിക്കാൻ തുടങ്ങി. ഗ്രാജുവലി the state capitals as well as the mining and industrial centers grew into larger urban centers. അപ്പോൾ പിന്നീട് അതെന്തായി മാറി? വലിയ urban centers ആയി, larger urban centers ആയി മാറി. Peninsular Plateau is a perfect example for the human effort overcoming the physical obstacles through human resource development, thus making impossible things possible. അപ്പം ഇമ്പോസിബിൾ ആയതിനെ പോസിബിൾ ആക്കി മാറ്റി. അതായത് വാസയോഗ്യമല്ലാത്ത പല പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെയെല്ലാം നമ്മൾ നേരിട്ട് അതിനെ വാസയോഗ്യമാക്കി തീർത്തു എന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം.